നോക്കണേ, എക്സ്പ്ലെയിൻ അബൌട്ട് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് എത്തി. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എർത്ത്. എർത്ത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിത്ത് റെസ്പെക്ട് ടു എർത്തിന് നമുക്ക് റെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കൂ, അപ്പോൾ ഇത് ടൈം പീരീഡ് എർത്തിൻ്റെ അതേ ടൈം പീരീഡാണ്, 24 മണിക്കൂറാണുള്ളത്. ഇസ് മൂവ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, ടി വി, റേഡിയോ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റു നോക്കണേ, പോളാർ സാറ്റലൈറ്റ്, അത് പോളാർ റീജിയനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ടു സൗത്ത് ആണ്. അഥവാ ഭൂമി ഇങ്ങോട്ട് കറങ്ങുമ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഭൂമി ശ്രദ്ധിക്കാൻ, ഭൂമി ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങുകയാണെന്ന് വിചാരിക്കും. ഭൂമി ഇങ്ങോട്ട് കറങ്ങുമ്പോൾ ഇയാൾ ഇവിടുന്ന് ഇങ്ങോട്ട് കറങ്ങും, പോളാർ റീജിയൻ. അഥവാ നമുക്കൊരു സിംഗിൾ പോളാർ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഭൂമിനെ മൊത്തം കവർ ചെയ്യാൻ പറ്റും. പക്ഷേ മിനിമം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് മിനിമം 3 എണ്ണം വേണം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ. ഓർത്തിരുന്നാൽ മതി. ഇതാണ് സാധാരണ റിമോട്ട് സെൻസിങ്ങിനും വെതർ കണ്ടീഷൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസുകൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകൾ പോളാർ സാറ്റലൈറ്റുകളാണ്. മറ്റൊന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. വെരി സിമ്പിൾ, വി ഈസ് ഈക്വൽ ടു √2VO. നോക്കാം, സ്റ്റേ ദി കെപ്ലേഴ്സ് ലോ. ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. കെപ്ലേഴ്സ് ലോസ് നമുക്ക് 3 എണ്ണമാണ്. ലോ ഓഫ് ഓർബിറ്റ്, ഒന്നുമില്ല, എല്ലാ പ്ലാനറ്റുകളും സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്. സണ്ണ് ഏതെങ്കിലും ഒരു ഫൊസൈൽ ആയിരിക്കും, FOCI, 2 ഫോക്കസ് ഉണ്ട്, അതിലേതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തത് ലോ ഓഫ് ഏരിയാസ്. ഒരു പ്ലാനറ്റ് ആണ്, നോക്കൂ, ഒരു പ്ലാനറ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു T സമയമാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തി. ഇനി അതേപോലെ തന്നെ ഒരു അടുത്ത അതേ സമയത്ത് സെയിം ടൈം ഇന്റർവെല്ലിൽ അത് സെയിം ഏരിയ കവർ ചെയ്യണം എന്നാണ് നമ്മുടെ ലോ ഓഫ് ഏരിയാസ് പറയുന്നത്. ദ ലൈൻ ജോയിനിങ് ഫ്രം സൺ ടു ദി പ്ലാനറ്റ് വിച്ച് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ആ ഏരിയ എപ്പോഴും ഇപ്പോൾ 100 ഡേയ്സിൽ ഇവിടെ ഒരു 1000 കിലോമീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്താൽ അടുത്ത 100 ദിവസത്തിലും 1000 കിലോമീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്യണം. ഇതാണ് ലോ ഓഫ് ഏരിയാസ് പറയുന്നത്. നോക്കൂ, അപ്പോൾ അവിടെ നമുക്ക് ഈ കാണുന്ന ഡിസ്റ്റൻസിന് വെലോസിറ്റി ടൈം എന്ന് പറയാം. അപ്പോൾ ഇക്വേഷനിലേക്ക് വരാം. ഇത് ചെറിയൊരു ഒരു ട്രയാങ്കിൾ ആയിട്ട് അസ്യൂം ചെയ്യാമോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറഞ്ഞാൽ R ആയിരിക്കും, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ B∆T. ഒരു മാസനെയും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, മാസനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ∆T ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ∆A/∆T. നോക്കി, MVR എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ അതിനെ L എന്ന് വിളിക്കാം. അപ്പോൾ L/2M. എടോ, L കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്. അതിനർത്ഥം ∆A/∆T ഒരു കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏരിയൽ ടൈം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ ഈക്വൽ ഏരിയാസ് കവർ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. നോക്കി, MVR ഈസ് എ കോൺസ്റ്റന്റ്, ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ MVR കോൺസ്റ്റന്റ്, മാസ് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. R കൂടുന്തോറും വെലോസിറ്റി കുറയും. എടാ, പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലാക്കണം കേട്ടോ. എടാ, R എന്ന് പറഞ്ഞാൽ നോക്കി, ഈ ഭാഗത്തേക്ക് R കുറവല്ലേ, അപ്പോൾ R കുറയുമ്പോൾ ആ പ്ലാനറ്റിൻ്റെ സ്പീഡ് കൂടും. ഈ ഭാഗത്തേക്ക് R കൂടുതലല്ലേ, R കൂടുമ്പോൾ വെലോസിറ്റി കുറയും. ആ ഒരു ഫോമാറ്റിലാണ് ആ പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുക. ഇതാണ് കെപ്ലേഴ്സിൻ്റെ രണ്ടാമത്തെ ലോ. മൂന്നാമത്തെ ലോയും ലോ ഓഫ് പീരിയഡ്സ്. വെരി സിമ്പിൾ ആണ്, ഒന്നുമില്ല. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. ആ സെമി മേജർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷനാണ് ടൈം പീരീഡിൻ്റെ സ്ക്വയർ. അത് വെച്ചുള്ള പ്രോബ്ലംസുകളും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. സിമ്പിളാണ്, ഡയറക്റ്റ് ടേംസ് തരും, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാനേ ഉള്ളൂ. നോക്കാം, വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റിൻ്റെ വേരിയേഷൻസ്, ഒന്ന് ഡ്യൂ ടു ഹൈറ്റ്. ഒരു മാസത്തിന് H ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വേരി ചെയ്യും നോക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Gm/R². അപ്പോൾ H ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഓക്കെ, അപ്പോൾ R സർഫസിലാകുമ്പോഴാണ് Gm/R². അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ H കൂടി കൂട്ടണം. അപ്പോൾ R-ൻ്റെ കൂടെ H കൂടി കൂട്ടിയാൽ അത്രയും കിട്ടും. സിമ്പിൾ. ഇനി നോക്കണേ, ഈ രണ്ട് ടേമിന്ന് താഴത്തെ ടേമിന്ന് R² ഞാൻ പുറത്തെടുക്കുകയാണ്. ഹോൾ സ്ക്വയർ ഉണ്ട്, അപ്പോൾ R² പുറത്തെടുത്തു. ബാക്കി എന്ത് വരും? 1 + H/R². എടാ, Gm/R² എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസ് ആണ്. ഈ താഴത്തെ ടേം മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും, പവർ നെഗറ്റീവ് ആവും. ഇത് കറക്റ്റ് ആൻസർ ആട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ചെറിയ അപ്രോക്സിമേഷനും കൊടുക്കാം. എന്താ അപ്രോക്സിമേഷൻ എന്നറിയോ? 1 + x⁻n എന്ന് പറഞ്ഞാൽ 1 + nx ആണ്. ഏകദേശം 1 + nx നോട് ഈക്വല. അപ്പോൾ ഇത് 1 + H/R⁻² എന്ന് പറഞ്ഞാൽ ആ -2 താഴേക്ക് വരിക, ഇതിനോട് ഈക്വൽ ആയിരിക്കും G × 1 - 2H/R. ഇനി ശ്രദ്ധിക്കണേ, മനസ്സിലാക്കേണ്ടത് ഹൈറ്റ് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ Gൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ സമയത്തും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ 9.8 അല്ല. ഓക്കെ, ഇനി നോക്കി, ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ
നോക്കൂ, സർഫസിന് താഴത്ത് ഡി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്കാണ് ആ മാസിനെ കൊണ്ടുപോകുന്നതെങ്കിൽ അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? എടാ, ഭൂമിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിന് ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ആ മാസിനെ ഡെൻസിറ്റി ടേമിലേക്ക് മാറ്റുക. ഡെൻസിറ്റി ഇൻറ്റു വോളിയം 4/3πr³. അപ്പോൾ ഇവിടുന്ന് r² ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ റോ ജി 4/3πr എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അത് സർഫസിലാട്ടോ. അപ്പോൾ ഡി ഡെപ്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ജി റോ 4/3π ബാക്കി എന്ത് വരും എന്നറിയോ? ദേ ഈ ദൂരമായിരിക്കും ഉണ്ടാവുക. സെൻറ്ററിൽ നിന്നുള്ള ദൂരം എടുക്കണം എപ്പോഴും, ബിക്കോസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ്. അപ്പോൾ r-d എന്ന് കിട്ടും. ഇനി രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. ഇത് ഡിവൈഡ് ബൈ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ റോ ജി 4/3π ക്യാൻസൽ ആയിപ്പോയി. ബാക്കി r-d ഡിവൈഡ് ബൈ r. ഈ ആറിനെ കോമൺ ആണ്, രണ്ടിനും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ r/r 1 ആണ്, d/r. അങ്ങനെയാണെങ്കിൽ ജി നമുക്ക് കിട്ടുന്നു ജി ഇൻറ്റു 1 - d/r. അപ്പോൾ എർത്തിൻ്റെ അടിക്ക് അപ്പോൾ ഡി കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അങ്ങനെ കുറഞ്ഞ് എർത്തിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോൾ സ്മോൾ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും അല്ലേ? ഇസ് വിൽ ബിക്കംസ് ഡി എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ആറിനോട് ഈക്വൽ ആവും. താഴേക്ക് വന്ന് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്യാപിറ്റൽ ആർ r/r 1 1 - 1 0. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. പിന്നെ എർത്തിൻ്റെ ഷേപ്പ് കാരണവും മാറുന്നുണ്ട്, അതും കൂടി ഓർത്തിരിക്കണേ. ഇതിൽ രണ്ട് ഡെറിവേഷൻ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കി. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി ഡെറിവേഷൻ? എന്താ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി റിക്വേർഡ് ടു എസ്കേപ്പ് എ മാസ് ഫ്രം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് ആ ഒരു ബോഡിനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സ്പീഡിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നോക്കുക, അങ്ങനെയെങ്കിൽ നോക്കുക, എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഭൂമിയുടെ മുകളിലൊരു വസ്തുവിനെ മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവണം. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി -gmm/r ഈസ് ഈക്വൽ ടു ഇനി എവിടേക്ക് എത്തിക്കുന്നത്? അങ്ങ് ദൂരെ ഫൈനൽ. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ എനർജി നമ്മൾ എഴുതി. ഇനി ടോട്ടൽ ഫൈനൽ എനർജി കാണണം. എടാ, ഇൻഫിനിറ്റിക്ക് എത്തുമ്പോൾ അതിനെ കൈനറ്റിക് 0 ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ 0 ആയിട്ട് മാറും. അപ്പോൾ 0 + 0 അതിന് ഇക്വേറ്റ് ചെയ്താൽ മതി. നോക്കൂ, ഈ -gmm/r അവിടുന്ന് m ക്യാൻസൽ ആയി പോകും. ഓക്കെ, റൈറ്റ് സൈഡ് മൊത്തം 0 ആണല്ലോ, അപ്പോൾ കോമൺ ടേം ആണ്, ക്യാൻസൽ ആയി പോയി. ബാക്കി ഹാഫ് v² ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇത് മൊത്തം ഇപ്പുറത്തേക്ക് വരും, പ്ലസ് ആവും. അപ്പോൾ gm/r ആ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2gm/r. ഇത് ഇൻറ്റു 2 ആണ്, ഡിവൈഡ് ബൈ 2 ആണ്, അപ്പുറത്തേക്ക് ഇൻറ്റു. അപ്പോൾ v നമുക്ക് കിട്ടും വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gm/r. അതാണ് നമ്മുടെ ഇക്വേഷൻ, √2gm/r. ഇനി ഇവിടെ ഞാൻ ഒരു ആറിനെയും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, ആറിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്തു. മറ്റൊന്നുകൊണ്ടല്ല, നമുക്ക് സ്മോൾ ജി കൊണ്ടുവരാൻ. അപ്പോൾ നോക്കി, gm/R² എന്ന് പറഞ്ഞാൽ സ്മോൾ ജി ആ. അപ്പോൾ √2gr. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിൻ്റെ മറ്റൊരു ഇക്വേഷൻ. √2gm/r പറയാം. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം, എർത്ത് ആണെങ്കിൽ 11.2 km/s ആണ് വേഗത. ക്ലിയർ? അത് ഭൂമിയുടെ സർഫസിൽ നിന്നൊരു ബോഡിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ 11.2 km/s വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വസ്തു തിരിച്ച് ഭൂമിയിലേക്ക് വരില്ല. ഇനിയോ മൂണാണെങ്കിൽ 2.38 ആണ്. അത്ര സ്പീഡിൽ മൂന്നിന് സർഫസിന് ബോർഡിന് പുറത്തു പോകണമെങ്കിൽ അത് തിരിച്ച് മൂണിലേക്കും വരില്ല. ക്ലിയർ അല്ലേ? ഈ ഒരു പ്രശ്നം കാരണമാണ് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് പറയുന്നത്. കാരണം മൂണിൻ്റെ ഉണ്ടാകുന്ന ഗ്യാസ് മോളിക്യൂളിൻ്റെ RMS വെലോസിറ്റി ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പം മോളിക്യൂളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ രക്ഷപ്പെടും. ഇത് നോക്കണേ, ഡെറിവ് ഇക്വേഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി ഒന്നുമില്ല, സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യും. ആ വെലോസിറ്റിയാണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെ സാറ്റലൈറ്റിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റിയാണ്. നോക്കൂ, ഓർബിറ്റൽ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഈ ബോഡി സർക്കുലർ പാത്തിലൂടെ അല്ലേ മൂവ് ചെയ്യുന്നത്. ഒരു വസ്തു സർക്കുലർ പാത്തിലൂടെ തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകും, ദാറ്റ് ഇസ് mv²/r. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഇടയിൽ രണ്ട് വസ്തുക്കളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് gm ഡിവൈഡ് ബൈ r². ഇവിടുന്ന് ഒരു r ക്യാൻസൽ ആയി പോവും, mm ക്യാൻസൽ ആയി പോവും. അപ്പം കിട്ടുന്ന ആൻസർ നോക്കിക്കേ, VO = √gm/r+h. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി. സിമ്പിൾ, വെരി സിമ്പിൾ. √gm ഡിവൈഡ് ബൈ r+h. സ്മോൾ ആർ കിട്ടുക, സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ r+h ആണ്. അത്രയേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, സാറ്റലൈറ്റ് നിയർ ടു എർത്ത്. ആ സാറ്റലൈറ്റ് എങ്ങാനും എർത്തിനോട് വളരെ വളരെ അടുത്താണെങ്കിൽ ആ ഓർബിറ്റ് വെലോസിറ്റി ഏകദേശം 7.9 km/s ആയിരിക്കും. നോക്കണേ, അടുത്തൊരു ഇക്വേഷൻ ആണ് സാറ്റലൈറ്റിന്റെ ടൈം പീരീഡ്. ടൈം പീരീഡ് എങ്ങനെ ഡിറൈവ് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, സാറ്റലൈറ്റ് സർക്കുലർ പാത്തിലൂടെ എങ്ങനെ റിവോൾവ് ചെയ്തിരിക്കും.
ടൈം ആണുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റിയാ. സർക്കുലർ പാത്ത് അല്ലേ ഡിവൈഡ്, സർക്കുലർ പാത്ത് ഒരു സർക്കിളിന്റെ ചുറ്റളവ് 2πr. ഓക്കെ, ഡിവൈഡ് ബൈ വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2πr, സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ r+h ആണ്. ഓർബിറ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ √gm/r+h. തിരിച്ചിട്ട് ഗുണിക്കുക. എടാ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? 2πr+hന്റെ തിരിച്ചു പോകും √r+h ഡിവൈഡ് ബൈ gm. എടാ ഈ r+h പുറത്തല്ലേ, അതിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സ്ക്വയർ ആയിട്ട് മാറും. ഓൾറെഡി അവിടെ വേറെ ഒന്നുണ്ട്, അത് മൊത്തം ക്യൂബ് ആയിട്ട് മാറും. ഇതാണ് ഓർബിറ്റൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. TO is equal to 2π√r+h whole cube divided by gm. അങ്ങനെയെങ്കിൽ നോക്കി, ഈ g is equal to gm/r² അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് gm കിട്ടും, ദാറ്റ് ഇസ് സ്മോൾ g into r². അപ്പോൾ ഈ gmന് നമുക്ക് സ്മോൾ g into r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലും കൂടി ഇക്വേഷൻ കിട്ടും. ഇതാണ് ഓർബിറ്റൽ ടൈം പീരിയഡ്. മറ്റൊന്ന് ഓർത്തിരിക്കണം, ടോട്ടൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി കാണാം, എളുപ്പമാണ്, ഒന്നുമില്ല, 12mv² ആണ് ഇക്വേഷൻ കൈനറ്റിക് എനർജി കാണാൻ. VO എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ √gm/r+h ആണല്ലോ. ആ റൂട്ടിന് സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ ക്യാൻസൽ ആയി പോയി, gm/r+h. ഇതാണ് കൈനറ്റിക് എനർജി. ഞാൻ r+hനെ സ്മോൾ ആർ എന്ന് കൊടുക്കാം, ഇങ്ങനെ എഴുതാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി അത് -gmm/r+h ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. r+hനെ സ്മോൾ ആർ എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ എനർജി കാണാൻ വളരെ എളുപ്പമല്ലേ, രണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. എടാ അരയിൽ നിന്ന് ഒന്ന് പോയി, അരയിൽ നിന്ന് പോയാൽ -1/2, അപ്പോൾ -12gmm/r എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ -gmm/2r. ക്ലിയർ ആണോ? യെസ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് റിലേഷൻ ഒക്കെ എഴുതാട്ടോ, അത് ഓർത്തിരിക്കണേ. അപ്പോൾ എത്രയാണ് ടോട്ടൽ എനർജി ഉള്ള സാറ്റലൈറ്റിൽ? നോക്കി, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരുന്നു. ഇവിടെ SI യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെന്റം ഒന്നുമില്ല, വെരി സിമ്പിൾ, kg/m²(10⁻⁻1). മറ്റൊന്ന് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി, V is equal to r⍵. മറ്റൊന്ന് ഡിഫൈൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഒന്നുമില്ല, √I/m ആണല്ലോ. യെസ്, വെരി സിമ്പിൾ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്, ശ്രദ്ധിക്കണം കേട്ടോ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മാസിന് ഈക്വലന്റ് ആയിട്ട് റൊട്ടേഷൻ മോഷനിൽ വരുമ്പോൾ ആരാളുള്ളത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഇതേപോലെ തന്നെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സിന് ഈക്വലന്റ് ഇവിടെ ടോർക്കാണ്. നോക്കാം. ഫസ്റ്റ് ഡിഫൈൻ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ പാർട്ടിക്കിൾസ് ഒരുമിച്ച് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ മാസുകളും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ദ പോയിന്റ് വിച്ച് എൻറ്റയർ മാസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. നോക്കണം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾസിന്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൊസിഷൻ വെക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. മറ്റൊന്ന് ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എടാ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് ബോഡികൾ റിങ്ങിന്റെ കാണാം. റിങ്ങിന്റെ മൊമെന്റ് സെന്റർ ഓഫ് മാസോട് പോകുന്നത് mr². പഠിച്ചിരിക്കണേ, മാച്ച് ദ ഫോളോയിങ് വരും. എബവ് ഡയാമീറ്റർ ആണെങ്കിൽ mr²/2. മറ്റൊന്ന് ഡിസ്ക് ആണെങ്കിൽ mr², ഡയാമീറ്റർ ആണെങ്കിൽ mr²/4. ആൻഡ് ഒരു ഡിസ്ക് സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ നോക്കൂ, ഈ ആക്സിന് അബൌട്ട് ആയിട്ട് കറങ്ങുന്നത് mr²/2 ആണ്. ഇനി നോക്കണേ, ഒരു ഹോളോ ആണെങ്കിൽ അത് mr² ആയിരിക്കും. ഇനി നോക്കി, ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഇറ്റ്സ് വാല്യൂ ഈസ് 2/5 mr². ക്ലിയർ അല്ലേ? ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ 3/2 mr². ക്ലിയർ അല്ലേ? ആ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണേ, മറന്നുവല്ലേ. അതുപോലെ പ്രധാനപ്പെട്ട ഓർത്തിരിക്കണം റോഡിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നത് ml²/12, എഡ്ജിലൂടെ പോകുന്നത് ml²/3. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നോക്കൂ, ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ എ ടോർക്ക്. 2 മാർക്കിന് ചോദിക്കാവുന്ന മറ്റൊരു ഇക്വേഷൻ ഓഫ് ടോർക്ക്. ടോർക്കിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ് വരക്കുന്നു, ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആറാണ്. ആ പോയിന്റിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, F. നോക്കട്ടോ, ആ F എന്ന് പറഞ്ഞ ഫോഴ്സും ആറും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, 2 വെക്ടറാണ്, അവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ കാണണമെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി വരയ്ക്കും. അപ്പോൾ ഇതായിരിക്കും ആംഗിൾ. നോക്കൂ, ആംഗിൾ തീറ്റ. ഇതിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. ഇതാണ് ആ ഡിസ്റ്റൻസ്, ഫോഴ്സ് അല്ലേ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന പ്രോസസ് നോക്കട്ടോ. ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനെ അതേപോലെ പതുക്കെ പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് ഒറിജിന്ന് അതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. കണ്ടോ, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വെരി സിമ്പിൾ. ക്ലിയർ അല്ലേ? മനസ്സിലായത്? ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ആംഗിൾ തീറ്റ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. അങ്ങനെ ഹൈപ്പോട്ടനസ് ആറാ. അപ്പോൾ തീറ്റയുമായിട്ട് നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് r sin തീറ്റയാ. വെരി സിമ്പിൾ.
അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റ കിട്ടി. അപ്പം ഇനി നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആർ സൈൻ തീറ്റ. അതിന് നമുക്ക് ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതാം. എ ബി സൈൻ തീറ്റ എ ക്രോസ് ബി ആണ്. അപ്പോൾ ആർ എഫ് സൈൻ തീറ്റ ആർ ക്രോസ് എഫ് ആണ്. തെറ്റിക്കരുത് കേട്ടോ, ആർ ക്രോസ് എഫ് ആണ് ഇക്വേഷൻ. ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇവിടുന്ന് ഒരു പ്രോബ്ലം കൂടി ചോദിക്കാറുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ആൽഫ കാണാൻ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടോർക്ക് കണ്ടിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും കേട്ടോ, ആംഗുലർ ആക്സിലറേഷൻ. അതൊന്ന് ഓർത്തിരിക്കണേ. ഇതാണ് ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മറ്റൊന്ന് ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. എടാ വെരി സിമ്പിൾ ആടാ. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. നമുക്കറിയാം ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ട് ഭാഗത്ത് ഡിഫറൻഷിയേറ്റ്. ഇത് പ്രൊഡക്റ്റീവ് യൂസ് ചെയ്യണം, രണ്ട് ഫംഗ്ഷൻ ഇൻറ്റു പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി പി ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ പി ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ആർ ബൈ ഡി ടി. ഈ വല്ല വാല്യൂ അപ്ലൈ. അതാ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. അതായത് ഡി ആർ ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ്, പൊസിഷൻ വെക്ടർ. അപ്പോൾ വെലോസിറ്റി ഇനി നോക്കി, ഒരേ വെലോസിറ്റികൾ ഒരേ ടേമുകൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് 0 ആയിപ്പോയി. ബാക്കി ആർ ക്രോസ് എഫ്. എടാ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടോർക്ക്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. എടാ ഏതുപോലെ എഫ് ഈസ് ഈക്വൽ ഡി പി ബൈ ഡി ടി. ആ എഫിന് ഈക്വൽ ഇവിടെ ടോർക്കാണ്. അവിടെ ലീനിയർ മൊമെന്റം പി ആണ്. ലീനിയർ മൊമെന്റം റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഈക്വൽ ആംഗുലർ മൊമെന്റത്തിനോടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെന്റവും ടോർക്കും തമ്മിൽ ഉണ്ടാക്കുന്ന റിലേഷൻ. മറ്റും നോക്കണം കേട്ടോ, ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ആണ്. ഒന്നുമില്ല, ലീനിയർ മൊമെന്റം കൺസർവേഷൻ പഠിച്ചിരുന്നു ന്യൂട്ടന്റെ. അതുപോലെ തന്നെ ഈ ഒരു ബോഡിയിൽ ഒരു ടോർക്കും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ടോർക്ക് 0 ആയി കഴിഞ്ഞാൽ ഡി എൽ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡി എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ ആണല്ലേ. ലീനിയർ മൊമെന്റം എം ബി ആണ്. എമ്മിന് ഈക്വൽ ഇവിടെ ഐ ആണ്. അവിടെ ലീനിയർ വെലോസിറ്റി, ഇവിടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ഐ ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് കിട്ടും ഐ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്നതനുസരിച്ച് ആംഗുലർ വെലോസിറ്റി കുറയും. നോക്കൂ, അല്ല ആറ് കൂടുന്നതനുസരിച്ച്, ശരിക്കും തിരിച്ചു പറയാം, ആറ് കൂടുന്നതനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടിയാൽ ആംഗുലർ വെലോസിറ്റി കുറയും. അങ്ങനെയെങ്കിൽ നോക്കൂ, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു കുട്ടി രണ്ട് രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യണം. ഒന്ന് കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് സ്ട്രൈറ്റ് ആക്കി വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റൊന്ന് കൈ ബോഡിയോട് ചേർത്ത് വെച്ചിട്ട് കറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് കുട്ടിക്കാണ് നല്ല സ്പീഡിൽ കറങ്ങാൻ പറ്റുക? ഒരു സംശയം വേണ്ട. ഒന്നാമത്തെ കുട്ടിയുടെ കേസ് നോക്കി, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് എന്നുള്ള ദൂരം കൂടുതലാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 6 കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, ആംഗുലർ വെലോസിറ്റി കുറയും. ഇയാൾക്ക് പതുക്കെ കറങ്ങാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ആൾക്ക് നോക്കി, റേഡിയസ് ഡിസ്റ്റൻസ് കുറവാണ്, അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും, അപ്പോൾ ആംഗുലർ വെലോസിറ്റി കൂടും, അപ്പോൾ ഇയാൾക്ക് കൂടുതൽ സ്പീഡിൽ കറങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് ബൈസൈക്കിൾ റൈഡ് ചെയ്ത സമയത്ത് ബോഡി ബെൻഡ് ചെയ്തിരിക്കുന്നതും, അതുപോലെ ഈ എന്താ പറയുക, നമ്മൾ മാജിക് ഷോ കാണാൻ പോകും, സർക്കസ് കാണാൻ പോകുന്ന സമയത്ത് ഏരിയൽ ആക്ട് കാണിക്കൂലോ, ആ സമയത്ത് ബോഡി പരമാവധി റൊട്ടേറ്റ് ചെയ്തിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട് അവർ ചാടൂല, ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ബോഡി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ബെൻഡ് ചെയ്തിട്ടാണ് അവർ ജമ്പ് ചെയ്യാറുള്ളത്, ഇൻ ഓർഡർ ടു അറ്റൈൻ മോർ ആംഗുലർ വെലോസിറ്റി. ക്ലിയർ? അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ വർക്ക് എനർജി തിയറം. ഇനി ഇവിടെ നിങ്ങളുടെ ചാപ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉള്ള പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കി, വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ചോദിക്കാറുണ്ട്. വെരി സിമ്പിൾ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക്. ഇതാണ് വർക്ക് എനർജി തിയറം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ, ഒരു മാസ് യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ വെലോസിറ്റി മാറുകയാണ്, അപ്പോൾ എസ് ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിക്കുന്നു. കാരണം അപ്പം ഞാൻ ചെയ്യുന്ന വർക്കാണ് ആ ബോർഡിൻ്റെ എനർജിയിലുള്ള ചേഞ്ച് ആയിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ വർക്ക് എടുക്കുക. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ന്യൂട്ടൺ ലോ പ്രകാരം എഫ് എന്ന് പറഞ്ഞാൽ എം എ, അപ്പോൾ എം എ എസ് മാസ്സാണ് വർക്ക് ഉള്ളത്. ഇനി ശ്രദ്ധിക്കുക, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റാണ്. അപ്പോൾ ആ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം, ഡിസ്പ്ലേസ്മെന്റ് കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. എടാ എസ് കാണണം, യു സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2as ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. എസ് ആണ് കാണേണ്ടത്, 2a റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a. ആ എസിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ നോക്കി, ഇവിടുന്ന് എ ക്യാൻസൽ ആയി പോകും, മാസിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ, അഥവാ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇതാണ് വർക്ക് എനർജി തിയറം. നോക്കണേ, മറ്റൊരു പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ അണ്ടറിൽ ഉണ്ടാകുന്ന ഏരിയ ഇസ് ഓൾവേസ് വർക്ക്. ഓക്കെ, മറ്റൊന്ന് SI യൂണിറ്റ് ഓഫ് പവർ വാട്ട്. ഓക്കെ,
മറ്റേ ഓർത്തിരിക്കുക, പവറിൻ്റെ ഇക്വേഷൻ വർക്ക് ബൈ ടൈമാണ്. ആ വർക്ക് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ വർക്കിന് പകരം ഹാഫ് എം വി സ്ക്വയർ. ഒരു ബോഡി മൂവ് ചെയ്യാൻ എടുക്കുന്ന പവർ ആണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ബൈ ടി. ഈ ഒരു ബോർഡിനെ എച്ച് പറഞ്ഞ ഹൈറ്റിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്നതാണെങ്കിലോ എം ജി എച്ച് ബൈ ടി. അത് വെരി ഇമ്പോർട്ടൻറ്റ്, അത് പഠിച്ചിരിക്കണം കേട്ടോ. എം ജി എച്ച് ബൈ ടി അത് വെച്ച് പ്രോബ്ലം ചില സമയങ്ങളിൽ ചോദിച്ചു കാണാറുണ്ട്. നിർഭാഗ്യവശാൽ ചോദിച്ചാൽ ചെയ്യണം. ഓക്കെ, യെസ്. ഇനി നോക്കുക, എനർജി കൺസർവേഷൻ്റെ ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ബോഡിനെ എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോ പോയിന്റ്, എല്ലാ പോയിന്റിലും ഉണ്ടാകുന്ന ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എടാ നോക്ക്, ഇതിനെ എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു പൊട്ടൻഷ്യൽ എനർജി കിട്ടും. 10 ജൂളാണ് കിട്ടി വിചാരിച്ചു. ഇത് താഴേക്ക് വരും തോറും ആ 10 ജൂൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ 10 ജൂൾ ഒരിക്കലും നശിച്ചു പോകാൻ കഴിയില്ല, നശിച്ചു പോകില്ല. ആ കുറയുന്നതാണ് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൂടുന്നത്. കണ്ടോ, കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 4 ജൂൾ ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി 6 ആയിരിക്കും. കിട്ടിയില്ലേ? ഇനി കുറച്ചും കൂടി താഴോട്ട് പോവുകയാണെങ്കിൽ ഒരു സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 2 ജൂളാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജി 2 ജൂളാണെങ്കിൽ കൈനറ്റിക് എനർജി അപ്പോൾ 8 ജൂളായിട്ട് മാറും. യെസ്, റൈറ്റ്. അതിൻ്റെ പ്രൂഫാണ്. നമ്മളൊരു 3 പോയിന്റ് എടുക്കുന്നു, എ ബി സി. ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് നോക്കി, മൊത്തം ഹൈറ്റ് എച്ച് ആണ്. ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ബാക്കിയുള്ള ഹൈറ്റ് എച്ച് മൈനസ് എക്സ്. സിമ്പിൾ, ഡയഗ്രം കഴിഞ്ഞു. ഇനി വളരെ എളുപ്പമാട്ടോ നോക്കണേ. ഒന്നാമത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ക്രോസ് ഇട്ട് ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നോക്കി, ഒന്നാമത്തത് വെരി സിമ്പിൾ. ഇനീഷ്യലി അതിന് കൈനറ്റിക് എനർജി 0 ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ദാറ്റ്സ് എം ജി എച്ച്. അപ്പോൾ ടോട്ടൽ എനർജി രണ്ടും പാടെ കൂട്ടുക, എം ജി എച്ച് കിട്ടും. ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുന്നു. അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമുക്ക് കൈനറ്റിക് എനർജി ഹാഫ് എം വി ബി സ്ക്വയർ. എടാ, ആ ബി എന്ന് പറഞ്ഞ പോയിന്റിലെ വെലോസിറ്റി നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യം അത് കാണണം. കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ആ വെലോസിറ്റി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. ആ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. വി ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു 2gx. ക്ലിയർ അല്ലേ? ആ 2gx നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വി ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത്. കണ്ടോ, ഇവിടുന്ന് 2 ക്യാൻസൽ, അപ്പോൾ എം ജി എക്സ് എന്ന് കിട്ടും. ഇനി അഗെയിൻ പൊട്ടൻഷ്യൽ എനർജി എം ജി പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് എത്ര, എച്ച് മൈനസ് എക്സ്. അപ്പോൾ എച്ച് മൈനസ് എക്സ് മൊത്തം ആഡ് ചെയ്യുക. നോക്കൂ, ഈ എം ജി ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എം ജി എക്സ്, ആ എം ജി എക്സ് ഉണ്ട്. ഈ എം ജിന് ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എം ജി എച്ചും ഉണ്ടായിരിക്കും, മൈനസ് എം ജി എക്സും ഉണ്ടാവും. ഇനി ഇവിടെ നോക്കി, മൈനസ് എം ജി എക്സ് പ്ലസ് എം ജി എക്സ് ക്യാൻസൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടോട്ടൽ എനർജി എം ജി എച്ച്. അപ്പോൾ നോക്കി, ഇനീഷ്യൽ ടോട്ടൽ എനർജി തന്നെ ബിയിലും കിട്ടിയത്. ഇനി ഇതന്നെ സിയിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാം. നോക്കൂ, സി എന്ന് പറഞ്ഞ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, എർത്തിൻ്റെ സർഫസിലേക്ക് എത്തി. ഇനി നോക്കി, കൈനറ്റിക് എനർജി ഉണ്ട് ഹാഫ് എം വി ബി സ്ക്വയർ, വി സി സ്ക്വയർ. അപ്പോൾ വി സി കാണണം, കൈനറ്റിക് എനർജി യൂസ് ചെയ്യുക. വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2, വി 0 ആണല്ലോ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു ജി എച്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിയുടെ സ്ഥാനത്ത് 2gh. എടാ 2 ക്യാൻസൽ, കൈനറ്റിക് എനർജി എം ജി എച്ച് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ ടോട്ടൽ എനർജി എം ജി എച്ച് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് ടോട്ടൽ എനർജി എം ജി എച്ച്, ബി എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലെയും ടോട്ടൽ എനർജി എം ജി എച്ച് ആണ്. അപ്പോൾ എനർജി കൺസേർവ്ഡ് ആണ്. മറ്റൊന്ന് അതേ സാധനം നമുക്ക് സിമ്പിൾ പെല്ലും ചെയ്യാം കേട്ടോ. ഓക്കെ, സിമ്പിൾ പെല്ലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, എം ജി എൽ പറയാം. റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വെലോസിറ്റി മാക്സിമം ഹാഫ് എം വി സ്ക്വയർ. ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. നോക്കി, സ്പ്രിങ്ങിൻ്റെ കേസിൽ കുറച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റ്സുകൾ. ഒന്നാമത്, ഈ സ്പ്രിങ്ങിന് ഒരു ഫോഴ്സ് കൊടുത്താൽ അതിന് എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അഥവാ ആ ഡിസ്പ്ലേസിങ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും. അതിന് കാരണം റീസ്റ്റോറിങ് ഫോഴ്സാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. റീസ്റ്റോറിങ് തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഒരു ഫോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് കാണാൻ നമ്മൾ ഹുക്സ് ലോ ആണ് യൂസ് ചെയ്യുക. ആ ഹുക്സ് ലോ പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നോ അത്രത്തോളം എക്സ് ഉണ്ടാകും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കാരണം റീസ്റ്റോറിങ് ഫോഴ്സിന് ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ്. ആ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, രണ്ടാമത് ഓർത്തിരിക്കേണ്ടതാണ് വർക്കിന്റെ ഇക്വേഷൻ. എടാ, ആ സ്പ്രിങ് താനേ പോകില്ലല്ലോ, അതിനെ പിടിച്ചൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യണം. വർക്ക് കാണാൻ വർക്കിന്റെ ഇക്വേഷൻ എഫ് ഡി എക്സ്. ഫോഴ്സ് വേരിയബിൾ ആണ്, എക്സ് മാറുന്നതനുസരിച്ച് ഫോഴ്സ് മാറുന്നുണ്ട്. അപ്പോൾ വേരിയബിൾ ഫോഴ്സിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. എടാ, എഫ് എന്ന് പറഞ്ഞാൽ കെ എക്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേഷൻ പുറത്തെടുത്തു. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുക, എക്സ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. എടാ, ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, അപ്പർ ലിമിറ്റ് എക്സ് കൊടുക്കാം, ഇനീഷ്യൽ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറയാം. ഇതാണ് വർക്ക്, അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് മീൻസ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ആ സ്പ്രിങ്ങിൻ്റെ എലാസ്റ്റിക് ബിഹേവിയർ കാരണം കിട്ടുന്ന എനർജിയാണ്. മറ്റൊന്ന് ഓർത്തിരിക്കണേ, ഒരു സ്പ്രിങ്ങിന് എക്സ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ പിടിച്ചു നിർത്തി, അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങനെ വരും.
അതിനർത്ഥം വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കൂടി 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 ഈ മീൻ പൊസിഷനിൽ എത്തുമ്പോൾ അതിന് വെലോസിറ്റി മാക്സിമം ആയിരിക്കും. എടാ എനർജി കൺസർവേഷൻ ഇവിടുത്തെ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്. അപ്പോൾ എനർജി അപ്ലൈ ചെയ്യുക. ഹാഫ് കെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ. വെരി സിമ്പിൾ. ഹാഫ് ഹാഫ് ക്യാൻസൽ. ഇവിടുന്ന് വി കാണാം. വി ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ റൂട്ടും എക്സ് ആണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ഇൻറ്റു എക്സ്. കിട്ടിയില്ലേ? ഇതാണ് മീൻ പൊസിഷനിൽ ഉണ്ടാകുന്ന വെലോസിറ്റി. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണേ, ഒരു ഗ്രാഫാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ്. ഒന്നുമില്ല, സിമ്പിൾ. എടാ കൈനറ്റിക് എനർജി മാക്സിമം ആവും, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഇനി നോക്കി, കൈനറ്റിക് എനർജി ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുമ്പോൾ കൈനറ്റിക് 0. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് വരുന്നു. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടി പോകുന്നു. പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയ സമയത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജി സൂചിപ്പിക്കുന്നു, ഈ ഗ്രാഫ് കൈനറ്റിക് എനർജി സൂചിപ്പിക്കുന്നു. ഇതാണ് ടോട്ടൽ എനർജി. കാരണം ഇത് രണ്ടും പാടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടുക. അപ്പോൾ ഇവിടെ 10ഉം ഇവിടെ 0 ആയിരിക്കും. മൊത്തം കൂട്ടിയാൽ 10 കിട്ടും. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇത് 8 ആയിരിക്കും, പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 ആയിരിക്കും. അപ്പോൾ രണ്ടും പാടെ കൂട്ടുമ്പോൾ 10 കിട്ടും. ഇത് 10. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജിയാണ് മോളിനെ സൂചിപ്പിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ് സ്പ്രിങ്ങിന്റെ കേസിൽ പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ എലാസ്റ്റിക് കൊളീഷൻ വൺ ഡയമെൻഷൻ മോഷനിൽ എലാസ്റ്റിക് കൊളീഷന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഒന്നുമില്ല, കൊളീഷന് മുമ്പ് M1 M2 മാസുകൾ U1 U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. കൊളീഷന് ശേഷം വ്യത്യസ്ത വെലോസിറ്റി V1 V2 മൂവ് ചെയ്യുന്നു. അവിടെ 3 കാര്യമുള്ളതിൽ ഒന്നാമതായിട്ട് മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. അപ്പോൾ പറയും M1 U1 പ്ലസ് M2 U2 ഈസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. ഇനി M1 എന്ന് പറഞ്ഞ ടേമിനെ ഒരു സൈഡിൽ കൊടുന്ന് വെക്കുക, അറേഞ്ച് ചെയ്യുക കേട്ടോ. M1 അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഇവിടെ ഓൾറെഡി M1 U1 ഉണ്ട്. ഇത് പുറത്തേക്ക് വരുമ്പോൾ മൈനസ് M1 V1. അവിടുന്ന് M1 പുറത്തെടുത്താൽ M1 ഇൻറ്റു U1 മൈനസ് V1. ക്ലിയർ? ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഓൾറെഡി M2 V2 ഉണ്ട്. ഇത് അങ്ങോട്ട് പോകും മൈനസ് M2 U2. M2 പുറത്തെടുക്കുന്നു, V2 മൈനസ് U2. യെസ്, ഇസ് 1 ആണ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. എനർജി കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ ആണ്. ഇതിൽ ഹാഫ് ക്യാൻസൽ ആയി പോകും. ഓക്കെ, നേരെ ചെയ്ത് അതേ പ്രോസസ് തന്നെ. M1 എന്ന് പറഞ്ഞ ടേമിനെ സൈഡിൽ കൊണ്ടുവന്നു, M2 സൈഡിൽ കൊണ്ടുവന്നു, എഴുതി വെക്കുന്നു. ഇനി ഇവിടെ ചെറിയൊരു മാറ്റം വരുത്താം കേട്ടോ. ഇത് A സ്ക്വയർ മൈനസ് B സ്ക്വയറാണ്. എന്താ A സ്ക്വയർ മൈനസ് B സ്ക്വയർ? A പ്ലസ് B ഇൻറ്റു A മൈനസ് B. അപ്പോൾ ഇവിടുന്ന് U1 പ്ലസ് V1 ഇൻറ്റു U1 മൈനസ് V1. ഇവിടെയും അതുപോലെ തന്നെ V2 പ്ലസ് U2, അതുപോലെ V2 മൈനസ് U2. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 2/1 ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കി ലെഫ്റ്റ് സൈഡ് ഇവിടെ തന്നെ നോക്കിക്കോളൂ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കി U1 മൈനസ് V1, U1 മൈനസ് V1, M1 ക്യാൻസൽ ആയി. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? U1 പ്ലസ് V1. ഇവിടെ അങ്ങനെ തന്നെ V2 പ്ലസ് U2. അപ്പോൾ ജസ്റ്റ് ഇക്വേറ്റ്. ഇവിടുന്ന് V2 കാണാം. ആ V2ന്റെ വാല്യൂ നേരെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ കാണുന്ന ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ? ആ കാണുന്ന ഇക്വേഷനിൽ V2ന്റെ സ്ഥാനത്താൻ കൊടുത്തു. അവിടെ കഴിഞ്ഞു. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റിനെ സോൾവ് ചെയ്ത് V1 കണ്ടാൽ മതി. അതാണ് V1 എന്ന് പറഞ്ഞ വെലോസിറ്റി ആണോ? ഇതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ M1 U1 മൈനസ് M1 V1 ഈസ് ഈക്വൽ ടു M2 U1 പ്ലസ് M2 V1 മൈനസ് 2 U2 എന്ന് വരും. അപ്പോൾ മൈനസ് 2 M2 U2. ഇനി V1 ആണ് കാണേണ്ടത്. അപ്പോൾ V1 എന്ന ടേമിനെ ഒരു സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ ഓൾറെഡി മൈനസ് M1 V1 ഉണ്ട്. ഓക്കെ, ഇത് പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? അവിടുന്ന് എന്ത് ചെയ്യുക? V1 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. യെസ്, V1ന്റെ വാല്യൂസ് ആണ്. വെരി സിമ്പിൾ. അങ്ങനെ നമുക്ക് V1 എന്ന വെലോസിറ്റി കാണാൻ പറ്റും. സിമിലർലി അതേപോലെ തന്നെ നമുക്ക് V2 കാണാം. ഒരു പ്രശ്നമല്ല. ക്ലിയർ? ഇത്രയും ചെയ്ത വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അത് മറന്നു പോരുതേ. 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ലോസ് ഓഫ് മോഷനിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. സ്റ്റേറ്റ് ലോസ് ഓഫ് ഇനേർഷ്യ. അവിടെ ഇനേർഷ്യൻ്റെ ലോസ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. F is equal to MA. F is equal to MA സെക്കൻഡ് ലോ ഒന്ന് ഡിറൈവ് ചെയ്യുക. എന്താ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? F is equal to dP by dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ്. എടാ P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം, MV ആണ്. മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മാസിന്റെ ഡിഫറൻസിയേഷൻ പുറത്തെടുത്താൽ M ഇൻറ്റു dV by dt. എന്താ dV by dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഇസ് ആക്സിലറേഷൻ. അപ്പോൾ F is equal to MA. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊന്ന്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കേസസ് ഇൻ ലിഫ്റ്റ്. കാരണം ലിഫ്റ്റിൽ നമ്മളെ വെയ്റ്റ്ലെസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എങ്ങനെയാ? അതാണ് ലിഫ്റ്റ്. നമ്മൾ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് 2 ഫോഴ്സ് ഉണ്ടാവും. ഒന്ന് mg നമ്മുടെ വെയിറ്റ് താഴേക്ക്, മറ്റൊന്ന് നോർമൽ റിയാക്ഷൻ നേരെ പെർപെൻഡിക്കുലർ മുകളിലോട്ട്. 3 കേസിൽ ഒന്ന് ലിഫ്റ്റ് അപ്വേർഡ്, ഡൗൺവേർഡ്, ഫ്രീ ഫാൾ. നോക്കൂ,
ലിഫ്റ്റ് അപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ എടാ മുകൾക്കുള്ള ഫോഴ്സ് കൂടും, നെറ്റ് ഫോഴ്സ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ മൈനസ് എം ജി. എടാ എഫ് എന്ന് പറഞ്ഞ ന്യൂട്ടൻ്റെ പ്രകാരം എം എ അല്ലേ, അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു എൻ മൈനസ് എം ജി. എടാ എൻ ഈ മൈനസ് എം ജി ഇപ്പുറത്തേക്ക് വരിക, അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എമ്മിനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എ പ്ലസ് ജി. മുകളിലോട്ട് പോണ സമയത്ത് നമ്മുടെ ശരിക്കുള്ള വെയിറ്റ് എം ജിയാ, എം ജിൻ്റെ കൂടെ എം എ കൂടും, അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടും. ഇങ്ങനെ നോക്കി താഴേക്കാണ് വരുന്നെങ്കിൽ താഴേക്കുള്ള ഫോഴ്സാണ് കൂടുന്നത് കേട്ടോ, അപ്പോൾ നേരെ തിരിച്ച് എഴുതണം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എൻ. നെറ്റ് ഫോഴ്സ് താഴേക്കാണല്ലേ, അപ്പോൾ എം ജി മൈനസ് എൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണ്, അപ്പോൾ ഇവിടുന്ന് എൻ കിട്ടും. പറഞ്ഞ എൻ എന്ന് പറഞ്ഞാൽ എം ജി മൈനസ് എം എ, എമ്മിനെ പുറത്തെടുത്താൽ ജി മൈനസ് എ, അപ്പം വെയിറ്റ് കുറയും, എം ജിയിൽ നിന്ന് എം എ കുറയും. ഇനി ഫ്രീ ഫാൾ ആണെങ്കിൽ പറയും, ഫ്രീ ഫാൾ ഇതേ കേസാണ്, താഴേക്ക് വരിക, പക്ഷേ എ എന്ന് പറഞ്ഞാൽ ജിനോട് ഈക്വൽ ആണ്, അപ്പോൾ ജി മൈനസ് ജി 0. അപ്പം നോർമൽ റിയാക്ഷൻ 0 ആയിരിക്കും, നമ്മുടെ വെയിറ്റ് 0 ആയിട്ട് മാറും. നമുക്കൊരു ഫ്രീ ഫാൾ എഫക്റ്റ് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. നോക്കണേ, ലോസ് ഓഫ് മോഷനിൽ മറ്റൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കഴിഞ്ഞാൽ 3-4 മാർക്ക് ചോദിക്കാവുന്ന സെക്ഷനാണ്. ഒപ്റ്റിമസ് സ്പീഡ്, ബാങ്കിങ് ഓഫ് റോഡ്. സിമ്പിൾ. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് റോഡാണ്, അതിലൊരു കാർ ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. ഇതിൽ ഫോഴ്സുകൾ നോക്കൂ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോർമൽ റിയാക്ഷൻ ഉണ്ട് മുകളിലോട്ട്, ഞാൻ ആറെന്ന് വിളിക്കുക, എന്ന് വിളിക്കുക കേട്ടോ, ഞാൻ ആറാണ് കൊടുത്തിട്ടുള്ളത്. എം ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട്, മാത്രമല്ല ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, ദാറ്റ് ഇസ് എഫ്. 3 ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, എം ജി, നോർമൽ റിയാക്ഷൻ. എടാ ഇതിനെ കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. നോക്കൂ, ഫസ്റ്റ് വൺ, ആറിന് 2 കമ്പോണൻറ്റുകളുണ്ട്, ഒന്ന് ആർ കോസ് തീറ്റ, മറ്റൊന്ന് ആർ സൈൻ തീറ്റ. ഇതേപോലെ തന്നെ എം ജിക്ക് 2 കമ്പോണൻറ്റുകൾ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് സപ്ലൈ അല്ലേ, ഫ്രിക്ഷൻ ഫോഴ്സിന് 2 കമ്പോണൻറ്റുകളുണ്ട്. ഏതൊക്കെയാ? ഇത് ആംഗിൾ തീറ്റ അല്ലെങ്കിൽ ഇത് ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പോൾ ഒരു കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ, മറ്റു നേരെ താഴോട്ട് എഫ് സൈൻ തീറ്റ. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സിനെയും ആറിനെയും 2 കമ്പോണൻറ്റുകളായി സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ഇക്വേഷൻ, ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എടുക്കാം. എടാ ഇക്ലിബ്രിയത്തിലാണെന്ന് അസ്യൂം ചെയ്യുക. ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആർ സൈൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. ഓക്കെ, രണ്ടാമത് ഇക്വേഷൻ നോക്കൂ, ഇത് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ കർവ്ഡ് അല്ലേ, ബാങ്കിങ് ഓഫ് റോഡ്, കർവ്ഡ്, ആ കർവ്ഡ് റോഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, കണ്ടോ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 2 കമ്പോണൻറ്റുകളായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി പറയാം, എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ എഫ് കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നോക്കി, അതേപോലെ എഴുതി, എഫ് എന്ന് പറഞ്ഞാൽ മ്യൂ എൻ ആണ്, ഇവിടെ ആറാ കൊടുത്തത്, അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആർ. ഇവിടുന്ന് ആറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞ് എഴുതി. ഈ നേരെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് തന്നെ പോവാം. അവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ആ എഫിന് മ്യൂ ആർ എന്ന് കൊടുത്തു, വേറൊന്നും ചെയ്തില്ല. നോക്കി, അവിടുന്ന് ഞാൻ 6 കാണാൻ പോവുകയാണ്. 6 എന്ന് പറഞ്ഞ ടേമിന് ഒരു സൈഡിൽ കൊണ്ടുവന്നു, അവിടുന്ന് 6 കാണുന്നു. സോ ആർ ഈസ് ഈക്വൽ ടു എം ജി ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. ഇതാണ് 6 കിട്ടുന്നത്. ആ 6ൻ്റെ വാല്യൂ ഇവിടെ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കൂ, ഇവിടെ എം ജി കിട്ടും, എം ജി ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. ബാക്കി ഇവിടെ ഈ സാധനം ഉണ്ടാവും, മ്യൂ കോസ് തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ. കണ്ടത് വെലോസിറ്റി ആണ്, ക്യാൻസൽ ആകുന്ന ടേമോ ക്യാൻസൽ ചെയ്യുക, എം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കൂ, ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, റൂട്ട് ചെയ്യുക. അപ്പോൾ ആർ ജി, റൂട്ട് ഓഫ് ആർ ജി കൂട്ടത്തിൽ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തോ, 2 ഭാഗത്തോട്ടോ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. എടാ ഇവിടെ കോസ്റ്റിന് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ക്യാൻസൽ ആയി 1 കിട്ടും, മ്യൂ എന്ന് വരും. ഇവിടെ കോസ്റ്റിന് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ എന്ന് കിട്ടും. ഇവിടെയും കോസ്റ്റിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും, ഇവിടെ കോസ്റ്റിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ തീറ്റ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. കേട്ടോ, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതാണ് ഒപ്റ്റിമസ് സ്പീഡ്. ക്ലിയർ അല്ലേ? ഇനി ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഈ മ്യൂക്ക് 0 കൊടുത്താൽ മതി. അപ്പോൾ ഇത് 0 ആയിപ്പോയി, ഇത് 0 ആയിപ്പോയി. ബാക്കി ആർ ജി, റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഈ ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ. ക്ലിയർ അല്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്, ഒരിക്കലും ഒഴിവാക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത് പോവാം. മോഷൻ ഇൻ എ പ്ലെയിൻ. പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ 3 ഭാഗമാണ് നമുക്കുള്ളത്. ഒന്ന് സർക്കുലർ മോഷൻ, മറ്റൊന്ന് പ്രൊജക്റ്റൈൽ മോഷൻ, മറ്റൊന്ന് വെക്ടേഴ്സിൻ്റെ സൊല്യൂഷൻ. അതിൽ ഒന്ന് ഓർത്തിരിക്കുക, ഒരു പ്രോബ്ലം ഷുവർ ആട്ടോ, ഇവിടെ പ്രോബ്ലം ഉണ്ടായിരിക്കും. വെക്ടേഴ്സിൻ്റെ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഏതിനെ വെച്ചൊരു പ്രോബ്ലം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കുക, ഇവിടെ ഫിസിക്സിലേക്ക് വരുന്ന സമയത്ത് അതിൽ പുറമെ ഉണ്ടാകുന്ന ഡെറിവേഷൻസ് ഒരു 3 മാർക്കിനൊക്കെ വരാറുണ്ട്. അത് വരികയാണെങ്കിൽ നോക്കുക, എ ബി എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സുകളുണ്ട്. ആ വെക്ടേഴ്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് എ എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സിനെ വേണമെങ്കിൽ എനിക്ക് മറ്റൊരു വെക്ടറിൻ്റെ ഹെഡിലായിട്ട് മറ്റൊരു വെക്ടറിൻ്റെ ടൈൽ ഇങ്ങനെ കെപ്റ്റ് ചെയ്യാനോ, ഇതിനെ എങ്ങനെ കൊടുന്ന് ഇതിൻ്റെ തലയിൽ വെക്കാം.
അപ്പോൾ ഹെഡ് ടു ടെയിൽ ആയിട്ടാണ് ഞാൻ വെക്കുന്നതെങ്കിൽ അവിടെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുക. ആണോ, ഇത് രണ്ടും ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡുകളായിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഭാഗമായിരിക്കും അതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, ക്ലിയർ? ഇനി നോക്കണേ, അതല്ലെങ്കിൽ എനിക്ക് തിരിച്ചും വെക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണോ. ഈ ബി എന്ന് പറഞ്ഞ കൂടെ നേരെ എന്റെ ടെയിലും വെക്കാം. അപ്പൊ ടെയിൽ ടു ടെയിലാണ് വെക്കുന്നതെങ്കിൽ എക്ക് പാരലായിട്ട് വെക്ടർ മുകളിൽ വരക്കണം. ഇത് ആംഗിൾ തീറ്റ എന്ന് പറയും കേട്ടോ. എക്ക് പാരലായിട്ട് വെക്ടർ മുകളിൽ വരക്കും, ബിക്ക് പാരലായിട്ട് വെക്ടർ ഇവിടെയും വരയ്ക്കും. അപ്പൊ നമുക്കൊരു പാരലോഗ്രാം കിട്ടുക. അങ്ങനെയാണെങ്കിൽ നോക്കണേ, അപ്പൊ അതിന് ഡയഗണൽ ആയിരിക്കും ദ റിസൾട്ടൻറ്റ്. മനസ്സിലായോ? യെസ്. ഇന്ന് നോക്കട്ടോ, ഇതിൽ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഡയഗണൽ പാരലോഗ്രാം ലോ വെക്ടർ അഡീഷൻ ഉപയോഗിച്ചിട്ട് ആ റിസൾട്ടൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക. വെരി സിമ്പിൾ. നോക്കൂ, അപ്പൊ അതിന് നോക്കി, കാരണം ഈ ദൂരല്ലേ കാണേണ്ടത്, അതല്ലേ മാഗ്നിറ്റ്യൂഡ്, ദൂരം, റിസൾട്ടൻ്റെ ദൂരം. അപ്പൊ ആ ദൂരം കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കും. കേട്ടോ, ഫസ്റ്റ് പരിപാടി അതാ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുക. ഇപ്പൊ നോക്കി, ഇതുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനസ് കാണാൻ നമുക്കറിയാം, പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. അതിനു മുമ്പ് ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഹൈപ്പോട്ടനസ് ബി അല്ലേ, തീറ്റ അല്ലേ. അപ്പൊ തീറ്റയുമായിട്ട് നിൽക്കുന്ന അഡ്ജസൻ സൈഡ് ബി കോസ് തീറ്റ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബി സൈൻ തീറ്റ അല്ലേ. സിമ്പിൾ. ട്രിഗ്നോമെട്രി ഒന്നും ഉപയോഗിക്കണ്ട, വെരി സിമ്പിൾ. അത് പഠിച്ചു വെച്ചാൽ മതി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തീറ്റന്റെ ഓപ്പോസിറ്റ് എപ്പോഴും സൈൻ തീറ്റ ആയിരിക്കും, അഡ്ജസന്റ് എപ്പോഴും കോസ് ആയിരിക്കും. അതിലൊരു മാറ്റവും വരില്ല. ഇനി പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. എടാ, പൈതഗോറസ് തിയറം റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പൊ നോക്കി, റൂട്ട് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ, അതിന്റെ സ്ക്വയർ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പോൾ ബി കോസ് തീറ്റ സ്ക്വയർ, അവ ബി സ്ക്വയർ കോസ് തീറ്റ, ബാക്കി ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എടാ, ഈ രണ്ട് ടേമിൽ നിന്നും ബി സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. എന്താ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ, 3 സ്റ്റെപ്പിൽ ആൻസർ. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, ഇതാണ് റിസൾട്ടൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി റിസൾട്ടൻ വെക്ടറിന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ, ഡയറക്ഷൻ മീൻസ് ആൽഫ, എത്ര ആംഗിൾ ഇൻക്ലൈൻ ചെയ്തു, ആൽഫയാണ് കാണുന്നെങ്കിൽ അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ടാൻ ആൽഫ യൂസ് ചെയ്യാൻ മതി. ഓക്കെ, ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇത് നോക്കണേ, ഇത് ഓർത്തിരിക്കുക. പ്രോബ്ലമാറ്റിക് ആയിട്ട് രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഈക്വൽ ആവണമെങ്കിൽ തീറ്റന്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മറ്റൊന്ന് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ട് ഈക്വൽ ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ റിസൾട്ടന്റ് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ √3f ആണെങ്കിൽ തീറ്റ കാണാൻ ചോദിക്കും. അപ്പോൾ വെരി സിമ്പിൾ, ഈക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. റൂട്ട് ഓഫ് റിസൾട്ടൻ ഫോഴ്സിന്റെ ഇക്വേഷൻ √3f ആണ്. റൂട്ട് ഓഫ് ബാക്കി എന്ത് വരും, എഫ് സ്ക്വയർ പ്ലസ് 2ff കോസ് തീറ്റ എന്ന് വരും. ഇത് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ 3f സ്ക്വയർ എന്ന് വരും. എല്ലാ ടേമിലും എഫ് സ്ക്വയർ ക്യാൻസൽ ആയി പോയി. ഇനി നോക്കി, ഈ 2 പുറത്തേക്ക് വരുമ്പോൾ 3 2 പോയാൽ 1. അപ്പോൾ 2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 60. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതുപോലെ സാധാരണ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചുള്ളതും ക്രോസ് പ്രൊഡക്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി വെരി ഇമ്പോർട്ടൻറ്റ്, ഷുവറായിട്ട് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പ്രൊജക്റ്റൈൽ മോഷൻ, യു വെലോസിറ്റിയിൽ ഒരു ബോർഡിനെ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കണേ, ആ യുവിന് 2 കമ്പോണന്റുകൾ ഉണ്ട്, യു കോസ് തീറ്റ, യു സൈൻ തീറ്റ. ഏറ്റവും മുകളിൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നോക്കി, ഇതാണ് ഹൈറ്റ്, ഇതാണ് റേഞ്ച്, ഇതിലെടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. നോക്കുക, 3 ഇക്വേഷൻ ഡെറിവേഷൻ നോക്കി. മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ നോക്കൂ, ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s, എല്ലാം y കമ്പോണന്റ് എടുക്കണം, വെർട്ടിക്കൽ ആയതുകൊണ്ട്. ഇത് നോക്കി, വി വൈ 0 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വൈ ഇനീഷ്യൽ വെലോസിറ്റിന്റെ y, യു സൈൻ തീറ്റ അതിന്റെ സ്ക്വയർ -2g sy h കിട്ടൂലേ. സിമ്പിൾ. ഈ ഹൈറ്റാ കാണേണ്ടത്, -2gh ഇപ്പുറത്തേക്ക് വരും, പ്ലസ് ആകും. അപ്പോൾ 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ h ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഇതാണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. ഇതേപോലെ തന്നെ മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ്. അഥവാ ഇവിടെ മുതൽ ഈ എൻഡിലേക്ക് ഹോൾ ജേണിക്ക് എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് s ഈസ് ഈക്വൽ ടു t പ്ലസ് ഹാഫ് t സ്ക്വയർ. അവിടെയും y കമ്പോണന്റ് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം മാക്സിമം ടൈം നമുക്ക് കിട്ടണമെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൂടണം. അപ്പോൾ sy ഈസ് ഈക്വൽ ടു uy പ്ലസ് ഹാഫ് at സ്ക്വയർ. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ, കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, y കമ്പോണന്റ് 0 ആണ്, തിരിച്ചു വന്ന് x ആക്സിലേക്ക് തന്നെ വീഴുന്നത്, അപ്പോഴും y കമ്പോണന്റ് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് അലോങ് y 0 ആണ്. uy-ന്റെ വാല്യൂ ux u സൈൻ തീറ്റ. അപ്പോൾ യു സൈൻ തീറ്റ ആ ടൈമിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയാം. ജിന്റെ വാല്യൂ -g. അപ്പോൾ ഇവിടുന്ന് t ക്യാൻസൽ ആയി പോകും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട്.
ഇനി മൈനസ് ഹാഫ് ജി ടി റൈറ്റിലേക്ക് വരും, ലെഫ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ഹാഫ് ജി ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. സോ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ടി. വെരി സിമ്പിൾ. ഇനി അടുത്തൊക്കെ റേഞ്ച് ആണ്. റേഞ്ച് കാണാൻ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയാം, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എക്സ് എടുക്കേണ്ടത് കേട്ടോ. ദ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് അലോങ് എക്സ്, അതാണ് ക്യാപിറ്റൽ ആർ. എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഇനീഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ, ടൈമിനെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഹോൾ ടൈമിന് എടുക്കുന്ന സമയം. അപ്പോൾ 2u സൈൻ തീറ്റ ബൈ ടി. എടാ എ എക്സ് 0 ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കേ ഉണ്ടാവുള്ളൂ, എക്സ് ഉണ്ടാവില്ല. അപ്പോൾ എക്സ് 0 ആണ്, അപ്പോൾ 0 ആയി പോകും. ഇതിലൊന്ന് സോൾവ് ചെയ്താൽ മതി. നോക്കി 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ആണ്. കഴിഞ്ഞ ആൻസർ ആണോ, യു ഇൻറ്റു യു സ്ക്വയർ. അപ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ. ഇതാണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ. ഒരു കാര്യം ഓർത്തിരിക്കണേ, ഈ ആംഗിള് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുക. ഓക്കെ, യെസ്. ഇനി ഇവിടെ കോംപ്ലിമെൻ്ററി ആംഗിൾ കൂടി ഓർത്തിരിക്കണേ. ഒന്നുമില്ല, തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ, ഈ രണ്ട് ആംഗിളുകളാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. ഇപ്പോൾ 20 എടുക്കുകയാണെങ്കിൽ ഒരു ആംഗിൾ 20 ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താ വെച്ചാൽ 90 മൈനസ് 20. ക്ലിയർ, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കണേ, ഒരു പ്രൊജക്റ്റൈൽ മോഷനെ ഞാൻ 60 ഡിഗ്രിയിൽ എറിഞ്ഞു, അപ്പോൾ നമുക്ക് റേഞ്ച് കിട്ടി. ഇനി 90 മൈനസ് 60 30 ആണല്ലോ. 30 ഡിഗ്രിയിൽ എറിയുമ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യം ഓർത്തിരിക്കണേ, റേഞ്ച് സെയിം ആയിരിക്കും. ദ റേഞ്ച് വിൽ ഓൾവേസ് റിമെയിൻ സെയിം ഇൻ എ പ്രൊജക്റ്റൈൽ മോഷൻ. ഓക്കെ, എപ്പോൾ കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണെങ്കിൽ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മറ്റൊന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണേ. mv²/r ആണ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ, ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. എന്നാൽ പിന്നെ ആ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയി. ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും കൂടി പഠിച്ചാൽ. ഓക്കെ, മറ്റും നോക്കണേ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കൈനമാറ്റിക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാം. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് ഒരു പ്രത്യേകത ഉണ്ട്. എടാ, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ കിട്ടും, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും കാണാൻ പറ്റുന്നത് കൊണ്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പോൾ നോക്കി, ഒരു യൂണിഫോം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ, യൂണിഫോം കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ കാണുന്നത്. ക്ലിയർ. ഇതിൽ ഓരോ പോയിന്റ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ, ഈ കാണുന്ന പോയിന്റ്. ഓക്കെ, ഇനി നോക്കി, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ കാണാം, സ്ലോപ്പ് കാണാം. ഇത് ആംഗിൾ തീറ്റ. ഈ ട്രയാങ്കിളിൻ്റെ സ്ലൈറ്റ്, എടാ അതിൻ്റെ ഹൈറ്റ് എങ്ങനെ, സ്ലോപ്പ് എങ്ങനെ കാണാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും? ഇത് മൊത്തം വി, ഇത് മൊത്തം യു. അപ്പോൾ വി മൈനസ് യു ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ആ ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ നോക്കുക, ഇതിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഫസ്റ്റ് റെക്ടാങ്കിൾ ആണ്, താഴത്തെ ഏരിയ കണ്ടു കേട്ടോ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു ട്രയാങ്കിളോ റെക്ടാങ്കിളോ തന്നിട്ട് ഏരിയ കാണാം, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറയാം. അപ്പോൾ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഫസ്റ്റ് ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്, ലെങ്ത് യു ആണ്, ഹൈറ്റ് ടി ആണ്. അപ്പോൾ യു ടി. ബാക്കി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ബേസ് ടൈം ആണ് ടി, ഹൈറ്റ് വി മൈനസ് യു. എടാ, ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി മൈനസ് യു എന്താണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, എ ടി. ആ യു വി മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എ ടി ഇൻറ്റു ടി ടി സ്ക്വയർ. അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് എക്സ് ടി റിലേഷൻ. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം. ഇതൊരു ട്രപ്പീസിയും കൂടി ആണല്ലോ. ട്രപ്പീസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? ഇതാണ് ഹൈറ്റ്. ഇത് ട്രപ്പീസ് കേട്ടോ. ട്രപ്പീസിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കുമേ, തെറ്റിക്കരുത്. രണ്ട് പാരലൽ സൈഡുകൾ തമ്മിലുള്ള ദൂരമാണ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ടി. ഇനി രണ്ട് പാരലൽ സൈഡുകളുടെ സമ്മ്, ഇത് യു, ഇത് വി. അപ്പോൾ യു പ്ലസ് വി. അതും ഏരിയയാണ്, ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. ഇനി ജസ്റ്റ് നോക്കട്ടോ, ഹാഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാണും. ഒക്കെ ഇക്വേഷൻ നമ്പർ 1 എന്നാണ് കൊടുക്കേണ്ടത്. ടി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ എ. അപ്പോൾ കൊടുക്കുക വി മൈനസ് യു ബൈ എ. ബാക്കി യു പ്ലസ് വി അതുപോലെ, അല്ലെങ്കിൽ വി പ്ലസ് യു എന്നും പറയാം. അപ്പോൾ നോക്കി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പോൾ 2a ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. നോക്കുക, മോഷൻ്റെ സ്ട്രൈറ്റിലേക്ക് വരുന്ന സമയത്ത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയും കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നോക്കൂ, ഒരു ബോർഡിനെ യു വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഈ കാണുന്ന ഹൈറ്റ് എച്ച് ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ജി ആണ്. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടാകുന്ന വെലോസിറ്റി ടൈം ഹൈറ്റ് ഒക്കെ കാണാൻ, എച്ച് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ യൂസ് ചെയ്യാറുള്ളത്. ഫ്രീ ഫാൾ എന്നൊക്കെ പറയാം. അപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻ ഒന്നാമത്തെ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതൊക്കെ കൈനമാറ്റിക് ഇക്വേഷൻ ആണ്, ഒന്നുമില്ല.
നോക്കി ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ യു 0 എടുത്തു. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എ ടി, എ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. ഓക്കെ, ഞാൻ സൈൻ കൺവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ മൈനസ് ജി ജെ ക്യാപ്പ് എന്ന് കൊടുക്കാറുണ്ട്, മൈനസ് ജി ജെ ക്യാപ്പ്. ഓക്കെ, കാരണം മൈനസ് ജെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈ ആക്സിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് വെറും ജി ടി എന്ന് പറയാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ജി ടി ആണ് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി ഏറ്റവും എൻഡിലെത്തുന്ന സമയത്തുള്ള വെലോസിറ്റി. ഇവിടുന്ന് ടൈമും കാണാം, ടൈം ഇസ് വി ബൈ ജി. മറ്റൊന്ന് ഓർത്തിരിക്കണേ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കൂ, യു 0 ആണ്, അപ്പോൾ അത് 0 ആയിപ്പോയി. ബാക്കി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2g. എസ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് മൈനസ് ആണ് അവിടെ ഒറിജിനിൽ നിന്ന് മുകളിലും താഴേക്കാണ്, അപ്പോൾ മൈനസ് എക്സ് അല്ലെങ്കിൽ മൈനസ് എച്ച്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh, വി ഇസ് ഈക്വൽ ടു റൂട്ട് 2gh. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഹൈറ്റും കാണാം കേട്ടോ, ഇത് ഹൈറ്റിനോട് വെച്ചിട്ട് 2g ഇങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ h ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g. മറ്റൊന്ന് മനസ്സിലാക്കണേ, മോഷൻ യൂണിറ്റ് മെഷർമെന്റിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ബി സിന്റെ വാല്യൂ കാണാം, വെരി സിമ്പിൾ ആണ്. അതായത് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് വിചാരിക്കുക, കറക്റ്റ് ഇക്വേഷനിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. കറക്റ്റ് ആവണമെങ്കിൽ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഈ കാണുന്ന എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. അപ്പോൾ നോക്കി, എയുടെ ഡയമെൻഷൻ എല്ലിനോട് കാരണം എക്സ് എല്ലാണ്, അപ്പോൾ എയുടെ ഡയമെൻഷൻ എല്ലിനോട് ഈക്വൽ ആയിരിക്കണം. അതേപോലെ ബി ടി എന്ന് പറഞ്ഞ ടേം ഡയമെൻഷനും എല്ലായിരിക്കണം. കാണേണ്ടത് ബി ആണ്, ബി ടി അല്ല. അപ്പോൾ ടി എന്ന് പറഞ്ഞ ടൈം ആണെന്ന് അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ബി ഇൻറ്റു ടി, ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്, കാണേണ്ടത് ബിൻ്റെ ആണ്. അപ്പോൾ ആ ടീനെ ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡഡ് ബൈ ടി ആവും, മുകളിൽ പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 1 ആകും. അപ്പോൾ ബി എന്ന ടേമിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 1. ഇനി അതുപോലെ തന്നെ സി ടി സ്ക്വയർ ഡയമെൻഷനും എല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ടി എന്ന് പറഞ്ഞ ടൈമാണ്, അപ്പോൾ ടി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ സി ആ ടി സ്ക്വയർ ഇപ്പുറത്തേക്ക് ഡിവൈഡഡ് ബൈ ആവും, മുകളിൽ പോകുമ്പോൾ പവർ നെഗറ്റീവ് ആവും. അപ്പോൾ എൽ ടി റേസ് ടു മൈനസ് 2. ക്ലിയർ അല്ലേ? അങ്ങനെ എ ബി സിയിലെ ഡയമെൻഷൻ കാണാം. ഡയമെൻഷൻ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി നോക്കണേ, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കാണേണ്ടത് എയും ഒമേഗയുടെ ഡയമെൻഷൻ നോക്കുക. ഫസ്റ്റ് ഇത് ആംഗിൾ ആണ്, ആംഗിൾ ഡയമെൻഷൻ ലെസ് ആ, സിക്ക് ഡയമെൻഷൻ ഇല്ല. നോക്കൂ, അപ്പോൾ ഒമേഗ ടിക്കും ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/t, ടി മോളിൽ പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 1. അപ്പോൾ ഒമേഗ ഈസ് ഈക്വൽ ടു ടി റേസ് ടു മൈനസ് 1 എന്ന് വരുന്നു. അപ്പോൾ ഇത്രയും ടേമിന് ഡയമെൻഷൻ ഇല്ല, പക്ഷേ ഇക്വേഷൻ കറക്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എക്സ് ഡയമെൻഷൻ എന്നോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ ഡയമെൻഷൻ എല്ലായിരിക്കും. നോക്കണേ, ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആണ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഡയമെൻഷൻ കറക്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ ടൈം പീരീഡ് ആയതുകൊണ്ട് ടി. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 2πക്ക് ഡയമെൻഷൻ എല്ലാം ഒഴിവാക്കുക. ലെങ്ത്തിന് ഡയമെൻഷൻ എല്ലാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. ഇവിടുന്ന് എൽ ക്യാൻസൽ ആയി പോയി. ടി റേസ് ടു മൈനസ് 2 മുകളിൽ പോകുമ്പോൾ ടി സ്ക്വയറിന്റെ റൂട്ട് ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഞാനിത് പറയുന്നില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഹാഫിന് ഡയമെൻഷൻ ഇല്ല, അതിന് ഒഴിവാക്കുക. അപ്പോൾ അത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കൂ, ഹാഫിന് ഡയമെൻഷൻ ഇല്ല. എം എന്ന് പറഞ്ഞാൽ മാസ് എം. വെലോസിറ്റിന്റെ സ്ക്വയർ, വെലോസിറ്റി എൽ ടി റേസ് ടു മൈനസ് 1, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. ഇനി ഇവിടെ നോക്കൂ, മാസ് എം. ജി എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു മൈനസ് 2. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ലെങ്ത് ആണ്, അപ്പോൾ എല്ലിൻ്റെ എൽ സ്ക്വയർ, അതും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്. മറ്റൊന്ന് ഓർത്തിരിക്കണം, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഡെറിവേഷൻ എന്ത് വന്നാലും ചോദിക്കുക, ഒരു 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക നേരെ. ക്വസ്റ്റ്യൻ ടൈം പീരീഡിന്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ തന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ടൈം പീരീഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. എത്ര ടൈം ഡിപ്പെൻഡ് നമുക്കറിയില്ല. അപ്പോൾ എൽ റേസ് ടു എക്സ്. ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജി റേസ് ടു എക്സ്. എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എം റേസ് ടു സെറ്റ്. ഫസ്റ്റ് പരിപാടി ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കണേ, ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. ടൈം പീരീഡ് ഡയമെൻഷൻ എം റേസ് 0, എൽ റേസ് 0, ടി. ഓക്കെ, ഇനി നോക്കി, ലെങ്ത് ഡയമെൻഷൻ എൽ റേസ് ടു എക്സ്. കേക്ക് ഡയമെൻഷൻ 1 ആണ്, അല്ലെ 0 ആണ്, നമ്മൾ ഒഴിവാക്കുമല്ലോ, ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ എൽ റേസ് ടു എക്സ് വരും. ജിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 2 പവർ വൈ, മാസ് എം. ഇനി ആ വൈ 2 ടേമിന് ബാധകമാണ്, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 2 ടേമിന് ബാധകമാണ് എൽ റേസ് ടു വൈ, എൽ റേസ് ടു മൈനസ് 2 വൈ. ഒന്ന് എം എൽ ടി ഫോമിലേക്ക് എഴുതാണ്ടോ, എം റേസ് 0, എൽ റേസ് 0, ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ മാസിന് ആദ്യം എഴുതി. അപ്പോൾ എം റേസ് ടു സെഡ്. ലെങ്ത്തിന് രണ്ടാം എഴുതി, എൽ റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് വരും, ടി റേസ് ടു മൈനസ് 2 വൈ. നോക്കി, ഇതിന്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. സെഡിന്റെ പവർ 0 ആണ്. ഓക്കെ, അപ്പോൾ എമ്മിന്റെ പവർ സെഡ് ആണ്, ഇവിടെ എമ്മിന്റെ പവർ 0 ആണ്. അപ്പോൾ അത് ഈക്വൽ ആവണമെങ്കിൽ സെഡിന്റെ വാല്യൂ 0 ആവണം. ഇനി നോക്കി, ഇവിടെ എല്ലിന്റെ പവർ 0 ആണ്, അപ്പോൾ ഇവിടുത്തെ എല്ലിന്റെ പവർ 0 ആവണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. ഈ മൂന്നാമത്തെ ഇവിടെ ടീന്റെ പവർ 1 ആണ്, അപ്പോൾ ഇവിടുത്തെ ടീന്റെ പവർ 1 ആവണം. അപ്പോൾ മൈനസ് 2 വൈ ഈസ് ഈക്വൽ ടു 1.
y ഈസ് ഈക്വൽ ടു -1/2. എടാ വൈൻ്റെ വാല്യൂ -1/2 ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -1/2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/2. എക്സും വൈയും സെഡും കണ്ടു കഴിഞ്ഞാൽ നേരെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2, y എന്ന് പറഞ്ഞാൽ -1/2, m എന്ന് പറഞ്ഞാൽ 0. എടാ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്, -1/2 എന്ന് പറഞ്ഞാൽ 1/√ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കണ്ടോ. അപ്പോൾ റൂട്ട് L/G. ഇവിടെ ഡയമെൻഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കേ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിമെറിറ്റ്സും ഡയമെൻഷൻ ഉണ്ട്. പിന്നീട് ഓർത്തിരിക്കേണ്ടത് കുറച്ച് ടേംസ് പഠിച്ചിരിക്കണം കേട്ടോ. സ്ഥിരമായിട്ട് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.4 × 10⁻15 മീറ്റർ. രണ്ടാമത്തത് 1 AU എന്ന് പറഞ്ഞാൽ 1.49 × 10⁻11. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണാം. നോക്കൂ, ഇത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഓൺലി 1. കാരണം ഇത് ലീഡിങ് സീറോസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്, ഡെസിമൽ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും. നോക്കി ഇത് എത്ര സിഗ്നിഫിക്കൻറ്റ്? പവർ ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല, അപ്പോൾ അതിനെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ 1 2 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പറഞ്ഞു ഇതിൽ 0 ട്രാപ്പിഡ് 0 ആണ്, അഥവാ 2 നോൺ സീറോക്കിടയിൽ പെട്ടതാണ്, അപ്പോൾ അതും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് 4. ഇനി ഫൈനലി നോക്കൂ, ഇത് എത്രയാണ്? ഈ 2 ലീഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, ബാക്കി 2. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഉണ്ടാവുള്ളൂ കേട്ടോ. ഇറ്റ്സ് ഓൺലി ഹിയർ 2 ഉണ്ടായിരിക്കും, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇത് ലീഡിങ് സീറോസ് ആണ്, ദേ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരം ആണ് ഈ ഒരു ഹോൾ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ. 100% ഷുവറാണ് ഈ പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും. അപ്പോൾ ബാക്കി പിന്നീട് കാണാം.